ഹായ്, അടിപൊളി പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മധുരമാണ് കേട്ടോ. മധുരം എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. പായസമാണ് ഉണ്ടാക്കണേ. അതേ കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് മുളയരിയാണ്. ഇത് വെച്ചിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കാൻ പോണേ. അപ്പം നമുക്ക് നോക്കിയാലോ. നമുക്കിത് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് കഴുകിയിട്ട് വറുത്തിട്ടാണ് നമ്മളിത് കുക്കറിലിട്ട് വേവിക്കണം. അതിന് നല്ല വേവുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരിച്ച് കഴുകി എടുക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. പിന്നെ അത്യാവശ്യം നല്ല വേവുള്ളതാണ്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ഈ മുളയുടെ അരിക്ക് ഒരുപാട് കൊഴുപ്പുണ്ടാവില്ല. അപ്പം ഞാൻ കൊഴുപ്പിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് സേമിയ അതേ വറുത്ത് വെച്ചത് കേട്ടോ. അപ്പം അത് ചേർക്കേണ്ടത് ഇതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ രണ്ടാം പാല് ഒരു 3 അധികം വലിപ്പില്ലാത്ത തേങ്ങയാണ്. അതിൻ്റെ രണ്ടാം പാലും ഒന്നാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, ചുക്ക്, ജീരകം, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തിടണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ട. ആദ്യം തന്നെ അരി ഒന്ന് നന്നായി വേവട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി നമ്മൾ എടുത്തു വെച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കറിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതേ ഒക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തന്നെ വെന്തുണ്ട് കേട്ടോ. നല്ലോണം വെന്തുണ്ട്. അതിലേക്ക് നമുക്കിത് സേമിയ കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. സേമിയയും ഒന്ന് വേവണമല്ലോ. സേമിയയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല, എന്നാലും ഒന്ന് വെന്ത് കിട്ടണ്ടേ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ വേവാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വറ്റി സേമിയൊക്കെ വെന്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണേ. നോക്കിയിട്ട് തന്നെ വേണമെങ്കിൽ ചേർക്കാം. നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടാം പാല് ചേർക്കുക. ചെറുതായിട്ടൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഉപ്പിൻ്റെ ടേസ്റ്റ് വരാൻ പാടില്ല. നമ്മളത് രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ഒഴിക്കണേ. അത് ഒഴിച്ചിട്ട് ഒന്ന് വറ്റി വരണം. എന്നിട്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അല്ലേ, രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതേ ഒക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒന്നാം പാലിലേക്ക് തന്നെ നമുക്ക് ഈ ജീരകവും ചുക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ഇതേ ഒന്നാം പാല വെച്ചിട്ട് നന്നായി ഇതേ തിള വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നന്നാവില്ല. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പായസത്തിൽ എത്ര നെയ്യ് ഒഴിച്ചാലും ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇട്ടിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാൻ പോവാണ്. നമ്മുടെ മുളയരി പായസം റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളി മുളയരി പായസം റെഡിയായി. ഇത് കുറച്ച് നല്ല മെഡിസിനുള്ള സംഭവമാണ് കേട്ടോ മുളയരി എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഇത് കാട്ടിലുള്ളവർ മാത്രം കഴിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും
ഖാദിയിലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല വിലയുണ്ട്, പക്ഷെ നല്ല ഹെൽത്തിന് നല്ല അടിപൊളിയാണിത്. ഇത് ആദിവാസികളൊക്കെ ചോറൊക്കെ വെച്ച് കഴിക്കൂട്ടോ അതിൻ്റെ. നമ്മളിത് പായസം വയ്ക്കാൻ മാത്രമേ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ചോറൊന്നും വെച്ച് കഴിക്കാൻ നമുക്ക് മുതലാവില്ല, അത്രയ്ക്കും വിലയുണ്ട് ഇതിന്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.